കടൽ കടന്നെത്തിയ വ്യത്യസ്തമായ ഒരു നോമ്പുതുറ വിഭവത്തെക്കുറിച്ചാണ് ഇനി. കോഴിക്കോട് എലത്തൂരുകാരുടെ മനസ്സ് കീഴടക്കിയ കോഴിക്കഞ്ഞി. നോമ്പുതുറ വിഭവങ്ങൾ പലതുണ്ട് മലബാറിൽ. പക്ഷേ കോഴിക്കോടിൻ്റെ കോഴിക്കഞ്ഞി അതിന് ഒരു പ്രത്യേക രുചിയാണ്. കടൽ കടന്ന് എലത്തൂരിലെത്തിയതാണ് കോഴിക്കഞ്ഞി. നാട്ടുകാർക്കിത് ബർമ്മക്കഞ്ഞിയാണ്. ആ പേരിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഉപ്പ ബർമയിലായിരുന്നു. അവിടെ ജോലി ആവശ്യാർത്ഥം പോയതാണ്. അന്ന് അങ്ങോട്ടാണ് പോവുക. അങ്ങനെ അവിടെ ബർമയിൽ അവിടെ ജോലി ചെയ്തപ്പോൾ അവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നതാണ് കഞ്ഞി, കോഴിക്കഞ്ഞി. അപ്പോൾ ബർമയിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നാഷണലൈസേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കെയർ ഓഫിൽ കഞ്ഞി ഇവിടെ എത്തിയതിനെ കൊണ്ട് ബർമ്മക്കഞ്ഞി എന്ന് ഇവിടുന്ന് പറയാൻ തുടങ്ങി. കോഴിക്കഞ്ഞിയാണ് ചെയ്യുന്നത്. ഒരു പകൽ നീളുന്നതാണ് പാചകം. രാവിലെ ഒരു 9 മണിക്ക് ഇത് പാചകം തുടങ്ങും. ഒരു 3:30 മണിയാകുമ്പോഴേക്കാണ് ഇത് കഴിയുക. അതിൻ്റെ ഇടയ്ക്ക് അതിലുള്ള 10-23 സാധനങ്ങൾ, ഔഷധക്കൂട്ടങ്ങൾ അതിൽ ചേർക്കും. അതിൽ പച്ചരി കൊണ്ടാണ് അത് ഉണ്ടാക്കണത്. അതിൽ പിന്നെ നല്ല ജീരകം, വലിയ ജീരകം, ഉലുവ, കടലപ്പരിപ്പ്, തേങ്ങ, കോഴി, ഇഞ്ചി, വെള്ളുള്ളി, വലിയ ഉള്ളി, അങ്ങനെ തുടങ്ങി 23 സാധനങ്ങളോളം ഇതിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഈ പാകപ്പെടുത്തുന്നതിൻ്റെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഇതിൽ ചേർത്തിട്ട് അവസാനം നെയ്യ് കൊണ്ട് തൂമിച്ചിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക ചെയ്യുക. കോഴിക്കഞ്ഞി ഇല്ലാതെ എലത്തൂരുകാർക്ക് നോമ്പ് തുറയില്ല. എല്ലാവർക്കും ഇത് ഫ്രീയാണ്. ചായ ഒന്നും വേണ്ട, ഈ കഞ്ഞിയാണ് എല്ലാവരും കുടിക്കൽ. നമ്മളൊക്കെ ഇത് കഞ്ഞിയാണ്. നോമ്പിന് ക്ഷീണം ഉണ്ടാവില്ല കഞ്ഞി കുടിച്ചാൽ. പിതാവ് ആരംഭിച്ച കോഴിക്കഞ്ഞി വിതരണം അരനൂറ്റാണ്ടിനിപ്പുറവും മുടക്കമില്ലാതെ തുടരുകയാണ്. AP അബ്ദുൽ ഖാദർ ഹാജി. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.